ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫിലിപ്പിയ ലേഖനം ഒരു അവലോകനം എന്ന എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ശ്രദ്ധിച്ചതനുസരിച്ച് ആദ്യത്തെ ചില മിനിറ്റുകളാണ് കൂടുതൽ ആൾക്കാരെ ശ്രദ്ധിക്കാറ്. അതുകൊണ്ട് തന്നെ വാച്ചിങ് ടൈം തുടക്കത്തിലെ കുറച്ച് മിനിറ്റുകളാണ് വരാറ്. അതുകൊണ്ട് തന്നെ ഞാൻ കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരെയും ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ക്ലാസ്സിലേക്ക് കടക്കുമെന്നൊക്കെ ഉടൻ താല്പര്യപ്പെടും. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലവനായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് പുറമായി ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം ചർച്ച ചെയ്തതായ വിഷയത്തെ കർത്താവെ, ഞങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ അത് ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും ഒരു ക്രിസ്ത്യ ജീവിതത്തിന്റെ മെച്യൂരിറ്റിയിലേക്ക് ഞങ്ങൾ കടക്കേണ്ടതിന് അത് വളരെ പ്രധാനപ്പെട്ടതുമാണല്ലോ. അത് ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് കാരണമായി തരുന്ന ഒരു വചനമാണ്. സെൽഫായിട്ടുള്ളതായ റൈച്ചസ്നെസ്, അതായത് സ്വയനീതീകരണത്തിനും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് പലരും പറയുന്നതായ ഒരു സാഹചര്യം ഈ വചനത്തിലൂടെ ഉണ്ടല്ലോ. പക്ഷേ ഇതിന്റെ യഥാർത്ഥ മർമ്മത്തിലൂടെ കടന്നുപോയി ഈ പുസ്തകം എഴുതിയിരിക്കുന്നതായ അതേ കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് വളരെ പക്വതയോടുകൂടെ സംസാരിക്കുന്ന കണുമടി എന്നെ സഹായിക്കണമേ. അവൻ കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവികമായ പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ കാണുന്നതിനിടയായി തരുക. ഇതിന്റെ 3-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, എന്തെന്നാൽ നാം ആകുന്ന പരിശീലനക്കാർ ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ എന്ന് പറയുന്ന അനുഭവമുണ്ടല്ലോ. കർത്താവെ, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നവരായി തിരുവന്നൊക്കെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ആരും പ്രശംസിക്കുവാനില്ല. ഞങ്ങൾ കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നവരായി തീരണം. മാത്രമല്ല, ജഡത്തിൽ ഞങ്ങൾ ആശ്രയിക്കുവാൻ പാടില്ല. ഞങ്ങളുടെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ലപ്പ. അതുകൊണ്ട് തന്നെ ജഡത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നവരുമായി തീരാതെ, മാത്രമല്ല ദൈവത്തെ ആത്മാവുകൊണ്ട് ആരാധിക്കുന്നവരുമായി തീരുന്ന ഞങ്ങൾ തന്നെയാണ് പരിശീലനക്കാർ എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ടല്ലോ. ആ ഒരു പട്ടികയിൽ തന്നെ ഞങ്ങളുമായി തീരുവാൻ പൗലോസ് അടുത്ത വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് പോലെ, ഈ അദ്ദേഹത്തിന്റെ തന്നെ അവസാന വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് പോലെ, ഞാൻ നേടി എന്നല്ല, ഞാൻ പണ്ടുള്ളതിനെ മറന്നുകൊണ്ട് മുന്നിലേക്ക് ഞാൻ ഗമിക്കുന്നു എന്ന് പറയുന്ന അനുഭവമുണ്ടല്ലോ. ഞങ്ങളെല്ലാവരും ആ ഒരു ലക്ഷ്യത്തിലേക്ക് ലാക്ക് ചെയ്തുകൊണ്ട് ഓടുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ബിഹേവിയറൽ ചേഞ്ചസ് എന്നതിനേക്കാൾ ഉപരിയായി ആത്മാവിനെ അനുവദിക്കുകയും ആത്മാവ് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ എങ്ങനെ ആയിത്തീർന്നു ആ രൂപത്തിലേക്ക് ഞങ്ങളുടെ മനസ്സിനെയും ഞങ്ങളുടെ ശരീരത്തിനെയും മാറ്റുകയും ചെയ്യുവാൻ കോണം അനുവദിച്ചു കൊടുക്കേണ്ടതിന് കർത്താവ് ഞങ്ങളോട് സഹായിക്കണമേ. പ്രാർത്ഥനയോട് വിവരങ്ങളിലേക്ക് എടുത്തു വരുന്നു. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണം. നല്ല പിതാവേ, ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കുക, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ 1-ാം വാക്യം മുതൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവസാനമായി എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. ഒരേ കാര്യം നിങ്ങൾക്ക് വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല, അത് നിങ്ങൾക്ക് സംരക്ഷണമാകുന്നു എന്ന് പറയുന്നത് അനുഭവം ഉണ്ട്. എന്ന് വെച്ചാൽ കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്ന അനുഭവം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ വിശാലമായിട്ട് തന്നെ പൗലോസ് പറയുന്നുണ്ട്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ 4 വാക്യങ്ങളുള്ള അനുഭവങ്ങൾ കാണുവാൻ സാധിക്കും. പക്ഷേ ഈ മുകളിൽ കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞ വിഷയത്തെയും അതോടുകൂടെ താഴെ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെയും കൂടെ ചേർത്തിട്ടാണ് പൗലോസ് പറയുന്നത്. ഒരേ വിഷയം നിങ്ങൾക്ക് വീണ്ടും എഴുതുന്നതിന് എനിക്ക് മടുപ്പ് തോന്നുന്നില്ല, അത് നിങ്ങൾക്ക് സംരക്ഷണയാകുന്നു എന്ന് പറയുന്ന അനുഭവമാണ്. പ്രൈസ് ലോർഡ്. എന്തോ വലിയൊരു ആശയക്കുഴപ്പത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു അന്യായമായി മറ്റൊരു സുവിശേഷത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന നിലപാടിൽ നിന്നുള്ളതായ അന്യഥ ദൈവവചനത്തെ കൂട്ടിക്കളയുന്ന അനുഭവങ്ങളിൽ നിന്നൊക്കെ ഒരു സംരക്ഷണമായി തന്നെ ഇനിയും പറയാൻ പോകുന്ന വചനങ്ങൾ വീണ്ടും പറയുന്നതിൽ പൗലോസ് മടിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് നോക്കിയാൽ, നായ്ക്കളെ സൂക്ഷിപ്പിൻ, തിന്മ പ്രവർത്തിക്കുന്നവരെ സൂക്ഷിപ്പിൻ, മാംസവിച്ഛേദനം നടത്തുന്നവരെ സൂക്ഷിപ്പിൻ എന്ന് പറയുന്ന അനുഭവമുണ്ട്. പ്രൈസ് ലോർഡ്. നായ്ക്കളെ സൂക്ഷിപ്പിൻ. ഞാൻ ഈ അധ്യായം പല പ്രാവശ്യം ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലും എൻ്റെ ഒരു പ്രസംഗം തുടക്കകാലത്ത് എൻ്റെ ചാനലിൻ്റെ തുടക്കകാലത്ത് കിടപ്പുണ്ട്. എങ്കിലും ഞാൻ ഇപ്പോൾ ഇത്തരം വർഷങ്ങൾക്ക് ശേഷമായതുകൊണ്ട് വീണ്ടും അത്
പറയുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നായ്ക്കളെ സൂക്ഷിപ്പിൻ, തിന്മ പ്രവർത്തിക്കുന്നവരെ സൂക്ഷിപ്പിൻ, മാംസവിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ എന്ന് പറയുന്ന അനുഭവമുണ്ട്. നായ്ക്കളുടെ സ്വഭാവം ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഛർദ്ദിച്ചതിലേക്ക് തിരിഞ്ഞു പോകുന്നതായ നായ എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു വ്യക്തിയെ നമ്മൾ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ പൗലോസ് ഇങ്ങനെ മനുഷ്യരെ അങ്ങനെ വിളിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു പദം നമ്മൾ ക്രിസ്ത്യാനികളായി ഉപയോഗിക്കാറില്ല. പക്ഷേ അവരുടെ യേശു പോലും അല്ലെങ്കിൽ പന്നികളുടെ മുമ്പിൽ നിങ്ങളുടെ മുത്ത് ഇടരുത് എന്ന് പറയുന്ന അനുഭവമുണ്ട്. അപ്പം ചില കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യരെയല്ല, ചില ബിഹേവിയർ, ചില ആറ്റിറ്റ്യൂഡുകൾ, ചിലരുടെ സ്വഭാവം ആ രീതിയിലായി തീർന്നു, അല്ലെങ്കിൽ ആ സ്വഭാവം അവരുടെ രീതിയിലായി തീർന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ആശയങ്ങൾ കൊണ്ട്, അവരുടെ തിയോളജി കൊണ്ട്, അവരുടെ സ്വയബുദ്ധിക്ക് തോന്നുന്നതായ ആശയങ്ങൾ കൊണ്ട് അവർ ദൈവവചനത്തിന്റെ ഉറപ്പ് നിൽക്കാതെ, അല്ലെങ്കിൽ ക്രിസ്തുയേശുവിൽ നിലനിൽക്കാതെ അവർ അവിടെ നിന്ന് അകന്നു മാറി അവരുടെ ആശയത്തിനും അവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നു എന്നതുകൊണ്ടാണ് ആ പദം അവിടെ ഉപയോഗിക്കുന്നത്. പ്രത്യേകമായി ഛർദ്ദിച്ചതിലേക്ക് തിരിഞ്ഞു പോകുന്നതായ നായ്ക്കൾ എന്നാണ് പൗലോസ് മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്താണോ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചത് അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അതിലേക്ക് തന്നെ അതേ ആശയങ്ങൾ തന്നെ മുറുകെ പിടിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. തിന്മ പ്രവർത്തിക്കുന്നവരെ സൂക്ഷിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്ന അനുഭവം, മൊത്തത്തിലുള്ളതായ അനുഭവത്തെ കുറിച്ചാണ് അവർ പറയുന്നത്. എങ്കിലും ഈ തിന്മ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നന്മയ്ക്ക് വിരോധമായി തിന്മയെ പ്രവർത്തിക്കുന്നവരെ തന്നെയാണ് എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഛർദിയിലേക്ക് തിരിഞ്ഞ് പോകുന്നതായ നായ്ക്കളുടെ അനുഭവമുള്ളവരെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം മുറുകെ പിടിക്കുന്നവരെ അവർ ദൈവവചനത്തിനെ വിരോധമായി തിന്മ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് എന്നാണ് ദൈവത്തിന് ഇവിടെ പൗലോസ് പറയുന്നത്. മാത്രമല്ല, മാംസവിച്ഛേദനക്കാരൻ അല്ലെങ്കിൽ പരിച്ഛേദനം നടത്തുന്നവരെ തന്നെ സൂക്ഷിക്കുവിൻ എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിച്ഛേദന നടത്തുന്നവരെ തന്നെ സൂക്ഷിപ്പിൻ എന്ന് പറയുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ തെളിച്ചു പറയുകയാണ്, ഇത് പരിച്ഛേദനയാണെങ്കിൽ മാംസവിച്ഛേദനമാണ് അവർ നടത്തുന്നത്. അവരെയാണ് പൗലോസ് നായ്ക്കളുടെ സ്വഭാവമുള്ള വ്യക്തികളായിട്ടും, അല്ലെങ്കിൽ നായ്ക്കളായിട്ടും, അതുപോലെ തിന്മ പ്രവർത്തിക്കുന്നവരായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നത്. ഏകരക്ഷിതാവായ ക്രിസ്തുവിലൂടെ, അവന്റെ കൃപയിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവാണ് നമ്മൾ നീതീകരിച്ചിരിക്കുന്നത്. അവന്റെ നീതീകരണമാണ് നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ നീതീകരണത്താൽ തന്നെ വളരെയും നീതീകരിക്കും എന്ന് പറയുന്നൊരു അനുഭവമുണ്ട്. തൻ്റെ നീതീകരണമാണ് നമുക്ക് യേശു ക്രിസ്തു തന്നത്. അങ്ങനെ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുക. അതൊന്നും പോരാ, പരിച്ഛേദനയിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ രക്ഷ പൂർണ്ണമാകുകയുള്ളൂ എന്ന് പറയുന്നതായ ഉപദേശം എന്ന് പറയുന്നത് ഛർദ്ദിയിലേക്ക് തിരിഞ്ഞു പോകുന്നതായ നായ്ക്കളുടെ പോലെയാണ് എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ ഇവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരെ എന്ത് ചെയ്യണം? വളരെയധികം സൂക്ഷിക്കണം. നമ്മൾ പരിച്ഛേദന എന്ന് പറയുന്ന ഒരു അനുഭവം യഹൂദ ക്രിസ്ത്യാനികൾ അല്ലാത്തത് കൊണ്ട് തന്നെ, ജാതികൾപ്പെട്ടവരായതുകൊണ്ട് തന്നെ, ഈ വചനമൊക്കെ വായിക്കുന്നവരായതുകൊണ്ട് നമ്മൾ അത് അനുസരിക്കുന്നവരാണ്. ഒരിക്കലും നമ്മളുടെ ഇടയിൽ നിന്നാരും പരിച്ഛേദന ചെയ്യാറില്ല. പക്ഷേ അതേപോലുള്ള ആശയങ്ങൾ എന്ന് വെച്ചാൽ, പരിച്ഛേദന എന്ന് വെച്ചാൽ എല്ലാ നിയമത്തോടുള്ള നമ്മുടെ കടപ്പാടാണ് കാണിക്കുന്നത്. പഴയ നിയമത്തോട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മോശയിലൂടെ ദൈവം തന്നതായ 613 കൽപ്പനകളോടുള്ളതായ നമ്മുടെ ഉടമ്പടിയാണ് അവിടെ കാണിക്കുന്നത്. എങ്ങനെ? പരിച്ഛേദനയിലൂടെ അതിനോടുള്ള നമ്മുടെ ഉടമ്പടി, അത് ചെയ്യാൻ ആരംഭിച്ച വ്യക്തി അത് നിവൃത്തിയാക്കണം എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. പകുതിക്കിട്ട് നമുക്ക് അവിടെ പോരാൻ കഴിയില്ല, അല്ലെങ്കിൽ പകുതി അവിടെ പകുതി ഇവിടെ എന്ന് പറയുന്ന അനുഭവത്തിൽ നമുക്ക് നിൽക്കുവാൻ കഴിയില്ല. കൃപയെങ്കിൽ പൂർണ്ണമായ കൃപ അല്ല. സ്വയനീതീകരണമെങ്കിൽ സ്വയമായുള്ള നീതീകരണം. സ്വയം നീതീകരണത്തിൽ ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ സ്വയം നീതീകരിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് യേശുക്രിസ്തു വന്നത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു വന്നതിന് ശേഷം ഉള്ളതായ കൃപയാലുള്ള നീതീകരണത്തെ ഉപേക്ഷിച്ച് വീണ്ടും യേശുക്രിസ്തുവിനെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവന് വാക്കുകൊണ്ട് ഉപേക്ഷിക്കുന്നില്ലായിരിക്കും, യേശുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. പക്ഷേ പലവിധ ആശയങ്ങൾ ഉൾപ്പെടുത്തി ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷ പൂർണ്ണമാവുകയുള്ളൂ എന്ന് പറയുന്നൊരാശയം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തിൽ പെടുകയുള്ളൂ എന്ന് പറയുന്നൊരാശയം. കേരളത്തിൽ വസിക്കുന്നതായ വിശ്വാസ സമൂഹത്തിൽ, പെന്തക്കോസ്ത് സമൂഹത്തിൽ, അല്ലെങ്കിൽ ഇന്ന ഡിനോമിനേഷന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ ഇന്ന യൂണിഫോം അണിയാറുണ്ട്, ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങൾ ആഭരണം ഉപേക്ഷിക്കാറുണ്ട്, അതാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും ദൈവവചനം
ദൈവവചനത്തോട് ചേർന്ന് വരാത്തതാണ് എന്ന് അവൻ വളരെ ഖേദകരമായി പറയട്ടെ. അങ്ങനെ നമ്മൾ ചെയ്ത് ഒരു വ്യക്തിയെ നിർബന്ധിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മളും ഈ പരിച്ഛേദനക്കാരുമായി തമ്മിൽ വ്യത്യാസമില്ല എന്ന് തന്നെയാണ്. പ്രൈസ് ലോർഡ്. അവൻ എന്തുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് അവരുടെ സ്വാതന്ത്ര്യം, അവര് പരിച്ഛേദന അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരു നിയമമായി നമ്മൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ഏത് നിയമവും ക്രിസ്തുവിന് ഒരു വിരോധമാണ് എന്നാണ്, അല്ലെങ്കിൽ വിരോധമാണ് മാത്രമല്ല പുതിയ നിയമസഭയിലെ അല്ലെങ്കിൽ മോഡേൺ സൊസൈറ്റിയിലെ പരിശീലനക്കാരെന്ന് പറയുന്നത് വളരെയധികം നിയമങ്ങളും മറ്റു കാര്യങ്ങളും മുറുകെ പിടിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവരും അവരുടേതായ ആശയങ്ങളിൽ നിന്ന് അവർക്ക് കൃപയിലൂടെ ലഭിച്ചതായ നന്മകളെ അല്ല, നിങ്ങൾക്ക് കൃപ മാത്രം പോരാ, ദൈവം നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അന്യഭാഷ അനുഗ്രഹത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ഇന്ന കാര്യങ്ങളോട് ചെയ്ത് ഇന്ന വിഷയങ്ങളോട് നിങ്ങൾ ചെയ്ത് നീതീകരിക്കപ്പെടണം എന്ന് പറയുന്നവരാണ് എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. പൗലോസ് അല്ലെങ്കിൽ യേശുക്രിസ്തു ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ അടുക്കൽ ജീവിക്കുമായിരുന്നുവെങ്കിൽ ഇതെല്ലാം കണ്ട്, അത് കാത്തലിക്സ് ആയിക്കോട്ടെ, പെന്തക്കോസ്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലൂതർ മിഷൻ, ഏത് മിഷൻസും ഏത് ഡിനോമിനേഷൻസും എന്ത് തന്നെ ആയിക്കോട്ടെ, ദൈവവചനത്തിന് വിരോധമായി ഉയർന്നു നിൽക്കുന്ന മലകളെ യേശുക്രിസ്തുവോ പൗലോസോ ഇന്നത്തെ കാലത്തുണ്ടായിരുന്നെങ്കിൽ അവർ തീർച്ചയായും പിടിച്ചേനെ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എല്ലാ ഡിനോമിനേഷനും അതിൻ്റെതായ പൊളിറ്റിക്സ് ഉണ്ട്. അവരിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് അവർ വ്യത്യസ്തമായിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കൊണ്ടുവന്ന ചില ആശയങ്ങൾ അത് വിശ്വാസികളുടെ മേലേക്ക് അടിച്ചമർത്തി, അത് ദൈവവചനമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അടിച്ചു കയറ്റി അവരെ ആ പാപത്തിലേക്കും അനുഭവത്തിലേക്കും കൊണ്ടുപോകുന്ന ആശയങ്ങൾ അത് ഒരിക്കലും ശരിയായ രീതിയല്ല. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷയുള്ളത്. യേശുക്രിസ്തു മാത്രം മതി നമുക്ക്. യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ തികവുള്ളതാണ്, അത് തികഞ്ഞതാണ്. അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ നമ്മൾ ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രൈസ് ലോർഡ്. അതാണ് പൗലോസ് ഇവിടെ ഉയർത്തി കാണിക്കുന്ന ആശയം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് ഗലാത്യ ലേഖനം 3-ാം അധ്യായമാണ് പറയുന്നത്. പ്രൈസ് ലോർഡ്. ബുദ്ധിഹീനരായ ഗലാത്യരെ എന്ന് ചോദിച്ചു പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ന്യായപ്രമാണത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ പരിച്ഛേദന ഏറ്റത് കൊണ്ടാണോ എന്ന് ചോദിക്കുന്ന അനുഭവം അല്ല. യേശുക്രിസ്തു നിങ്ങൾ സഭയിൽ വിളിച്ചു പറഞ്ഞു, സഭയിൽ ഞാൻ രക്ഷിക്കപ്പെടുവാൻ താല്പര്യപ്പെടുന്നു, യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷിതമായി സ്വീകരിക്കുന്നു പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടു, അതിനുശേഷമേ എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചുള്ളൂ എന്നൊന്നും നമുക്ക് വാശി പിടിക്കുവാൻ കഴിയില്ല. അങ്ങനെ അതിന് വിപരീതമായുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ വെറും 7, 8, 9 വയസ്സുള്ളപ്പോഴാണ്, എനിക്ക് കറക്റ്റ് ഏജ് എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷെ ആ സമയത്താണ് ഞാൻ പരിശുദ്ധാത്മാവിനാണ് അറിയപ്പെട്ടത്. എനിക്ക് എങ്ങനെയാണ് ഒരു സഭയുടെ മുമ്പാകുന്നതുകൊണ്ട് ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുന്നത് പറയാൻ കഴിഞ്ഞു അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, എൻ്റെ ദൈവം എന്നെ ആക്സെപ്റ്റ് ചെയ്തു. പ്രൈസ് ലോർഡ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. സ്നാനത്തിന് മുൻപേ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഇത് തെറ്റായ പരിശുദ്ധാത്മാവാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. എന്താണ് അവിടെ കാണിക്കുന്നതെന്നറിയാവോ? യേശു നമ്മളെ ആക്സെപ്റ്റ് ചെയ്തു, മനുഷ്യൻ ആക്സെപ്റ്റ് ചെയ്തു, സഭ നമ്മളെ ആക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ സഭ നമ്മളെ സ്വീകരിച്ചു, അവർ അംഗീകരിക്കുന്നുണ്ടോ, ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. യേശു നമ്മളെ സ്വീകരിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയുന്ന ആശയം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം എന്താണെന്ന് വെച്ചാൽ, പ്രൈസ് ലോർഡ്, നമ്മൾ ദൈവവചനത്തോട് ഒന്നും കൂട്ടുകയും ഒന്നും കുറയ്ക്കുകയും ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന് ആശയം. പ്രൈസ് ലോർഡ്. പൗലോസ് പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്ന അനുഭവബോധമാണ്. നമ്മൾ ഒരിക്കലും നിങ്ങൾ കൃപയാലാണോ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കൃപയാലാണോ പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരിക്കുന്നത് എങ്കിൽ കൃപ തന്നെയാണോ എന്ന് പറ. എന്താ അതിനൊരു മടി? നിങ്ങൾ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണോ, അല്ലെങ്കിൽ നമ്മൾ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ കൃപ, നമ്മൾ ദൈവിക നീതീകരണത്തിലാണോ, നമ്മൾ വിജയം കാണുന്നത് ദൈവത്തിന്റെ നീതീകരണത്തിലാണോ, നമുക്ക് ഇത്രയും നന്മകളും അനുഗ്രഹം ലഭിച്ചത് ദൈവം തന്നതാണോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വീകരിക്കുന്നതിന് എന്താ ഒരു മടി എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ആശയങ്ങളെല്ലാം കൊണ്ടുവന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അല്ലെങ്കിൽ കൃപയോടുകൂടെ ചേർന്ന് നിങ്ങൾ ഇതും കൂടെ ചെയ്താൽ മാത്രമേ, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷ പൂർത്തിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമോശമായി അവരെ കബളിപ്പിക്കുന്നത് എന്നാണ് പൗലോസ് ഇവിടെ ചോദിക്കുന്നത്. ഉള്ളവരെ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഏതെങ്കിലും ഡിനോമിനേഷനിലാത്ത വ്യക്തികൾ, ക്രിസ്മസ് പോലും ഈസ്റ്റർ പോലും നമ്മൾ പ്രൊട്ടസ്റ്റന്റുകാര് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റിൽ പെടുന്ന ആൾക്കാർ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും, അതിന്റെ വിപരീതമായ ആശയം ഉണ്ടെങ്കിൽ പോലും, ഒരു കോടിക്കണക്കിന് വ്യക്തികൾ കാത്തലിക് സഭയിലും മറ്റു സഭകളിലുമായിട്ട് അത് തന്നെയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അത് അടിച്ചമർത്തിയതാണ്. പാട്ടുകൾ നോക്കുക, ഹോളി ബൈബിൾ ടെൽസ് മീ സോ, അതായത് ദൈവവചനം അത് പറയുന്നുണ്ട് ക്രിസ്മസ് ദിനത്തിലാണ് യേശുക്രിസ്തു ജനിച്ചതെന്ന്. ഏത് വചനത്തിലാണ് എഴുതിയിരിക്കുന്നത്?
എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് മീൻ അവരുടെ ആശയത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ പാട്ടുകളിലൂടെ ദൈവവചനത്തിൽ അത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞൊപ്പിച്ച് അവരെ മീൻ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രൊട്ടസ്റ്റന്റുകാരാണെങ്കിലും ഡിനോമിനേഷനുകൾ നോക്കുക, ആ ഡിനോമിനേഷനുകളെല്ലാം നിന്നുകൊണ്ട് ദൈവവചനത്തിന് വിപരീതമായി എന്തെല്ലാം ആശയങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ദൈവകൃപയ്ക്ക് വിപരീതമായി, കൃപയിലൂടെയാണ് നമുക്ക് രക്ഷ നൽകിയപ്പെട്ടത് എന്നുള്ള വിഷയത്തിന് വിപരീതമായി ഉയർന്നെടുക്കുന്ന എന്തെല്ലാം ആശയങ്ങളാണോ അതിനെല്ലാം നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. 3-ാം വാക്യം, എന്തെന്നാൽ നാം ആകുന്നു പരിശീലനക്കാർ, ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ എന്ന് പറയുന്ന അനുഭവം. പ്രൈസ് ലോർഡ്. ഇങ്ങനെ ഇതിന് പുറകിലെല്ലാം ഒരിക്കലും ദൈവത്തിന്റെ കൈയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം ഫിലിപ്പിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചില്ല, ഏക മനസ്സുള്ളവരായി, നിങ്ങൾ ഏക മനസ്സും ഏക സ്നേഹമുള്ളവരായി, ആത്മാവിൽ ഐക്യം പ്രാപിച്ച് ഏക ലക്ഷ്യമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിനെന്നാണ് പൗലോസ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതിലേക്ക് നമ്മൾ എത്താതെ പെന്തക്കോസ്ത് അല്ലെങ്കിൽ IPC-കാർക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ട്, അവർക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്, AG-കാർക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ട്, അവർക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുകയില്ല, കൺവെൻഷന് പോകത്തില്ല, പോകുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ അവർ കുറച്ച് പേരെ പോകത്തുള്ളൂ, അത് അവരുടെ കൺവെൻഷൻ അല്ലേ, ഇവരുടെ കൺവെൻഷൻ അല്ലേ, ഇന്ന കാര്യമല്ലേ, അവരുടെ കാര്യമല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെന്നില്ലാത്ത പൊളിറ്റിക്സ് കളിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് മാറി നമ്മൾ ദൈവത്തിന്റെ വചനം പൂർണ്ണമായി അനുസരിക്കുന്നവരും പൂർണ്ണമായി അനുസരിക്കുക ചെയ്യാൻ ദൈവവചനം ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ ഐക്യമധ്യമുള്ളവരും ഏക മനസ്സും ഏകാത്മാവിനാലും നയിക്കപ്പെടുന്നവരും മാത്രമല്ല ഏക ലക്ഷ്യത്തിനായി നമ്മൾ ഗമിക്കുന്നവരുമാകണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയിരിക്കെ അതിന് വിപരീതമായി പിശാച് കൊണ്ടുവരുന്നതാണ് ഈ അകൽച്ച എന്ന് പറയുന്നത് എന്നാണ് ദൈവത്തിന്റെ വചനം ഇതിനെക്കുറിച്ച് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. 2 ആടുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ അതിലേറ്റവും മുതലെടുപ്പുള്ളത് ചെന്നായിക്കാണ് എന്നുള്ള കഥ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമുക്ക് അറിയാം അല്ലെ. എന്ന് പറയുന്നത് പോലെ ഇതിലൂടെ എല്ലാം ഈ ഐക്യമത്യവും ഏകലക്ഷ്യവും ഏക മനസ്സും ഏകാത്മാവിന്റെ ഐക്യതയും ഒക്കെ നമ്മളിൽ നിന്ന് ചോർത്തിക്കളഞ്ഞ് ഡിനോമിനേഷനുകളെ കൂടുതൽ മുളപ്പിച്ച് ഒരു സ്ഥലം എടുക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് 15-20 ഡിനോമിനേഷനുകളുടെ ചർച്ചകൾ കൊണ്ടുവന്ന വിശ്വാസികളെ ആശയക്കുഴപ്പത്തിലാക്കി രക്ഷയിലേക്ക് വരുന്നവരെ തളർത്തിക്കളഞ്ഞ് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന അനുഭവത്തിൽ നിൽക്കുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്ന അനുഭവങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു വിഷയം എന്ന് പറയുന്നത്, പ്രൈസ് ലോർഡ്, നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ആർക്ക് അവസരം കൊടുക്കുകയാണ് കൂടുതൽ? നമ്മുടെ വിപരീതമായി നിൽക്കുന്ന പിശാചിന് നമ്മൾ കൂടുതൽ അവസരം കൊടുക്കുന്നു. അതിലൂടെ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതായ ഏക ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന ഒരു ആശയം, ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡിനോമിനേഷന്റെ ഈ തല്ലും പിടിയും പൊളിറ്റിക്സും ആശയങ്ങളും ദൈവവചനത്തിന് വിരോധമായും ദൈവവചനത്തിന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എഴുതി വെച്ചതായ നിയമങ്ങളും അനുഭവങ്ങളും ഒക്കെ കൊണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ മുതലെടുപ്പുള്ളത്? പിശാചിനാണ് മുതലെടുപ്പുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിശാച് ഇത് ഇനീഷ്യേറ്റ് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കാതിരിക്കുമോ? അല്ലെങ്കിൽ ജനങ്ങളെ വഞ്ചിക്കാൻ കൂടുതൽ ഇതുപോലുള്ള ആശയങ്ങൾ നമ്മുടെ ഡിനോമിനേഷനിലേക്ക് കുത്തിവെക്കാൻ സാധ്യതയില്ലേ? അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ സാധ്യതയില്ലേ? നമ്മുടെ സഭകളിലേക്ക് കുത്തിവെക്കാൻ സാധ്യതയില്ലേ? തീർച്ചയായും. കാരണം അവന് മുതലെടുപ്പ് അതിലൂടെയാണ്, അല്ലെങ്കിൽ അവനാണ് അതിന് പ്രയോജനം ലഭിക്കുന്നത്. നമ്മൾ വിശ്വാസികൾ ഈ കാര്യത്തിലെല്ലാം നമ്മൾ പക്വതയും മെച്യൂരിറ്റിയും പ്രാപിക്കാത്തിടത്തോളം കാലം കൂടുതൽ അതിൻ്റെ നമ്മുടെ നന്മകളെ അവന് ചോർത്തിക്കളയാൻ പറ്റും, നമ്മളെ രോഗികളാക്കുവാൻ പറ്റും, നമ്മളെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, നമ്മുടെ ബിസിനസ്സുകളെ തകർക്കാൻ കഴിയും, നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ സന്തോഷത്തെ, സമാധാനത്തെ ഒക്കെ തകർക്കുവാൻ പിശാചിന് കഴിയും. അവൻ അതിലൂടെ മുതലെടുപ്പുണ്ട്. നമ്മൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനെതിരെ കോപിക്കുമ്പോൾ അവിടെയും ദൈവത്തെ പരാജയപ്പെടുത്തി, കണ്ടോ, നിങ്ങളെ രക്ഷിക്കപ്പെട്ടതായ നീതീകരിക്കപ്പെട്ടതായ വ്യക്തി നിങ്ങളെ അനുസരിക്കാത്തത് മൂലം കണ്ടോ അവൻ കഷ്ടതകൾ കിടക്കുന്നത് കണ്ടോ, അവനെ ഞാൻ വഞ്ചിച്ചിട്ടേക്കുമെന്ന് പിശാചിന് പറയാൻ പറ്റും. ഇതിലൂടെ എല്ലാം മുതലെടുപ്പ് പ്രാപിക്കുന്നത് ആരാണ്? പിശാചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പക്വതയുള്ളവരായിരിക്കണം ഈ വിഷയത്തിൽ. എന്തെന്നാൽ നാം ആകുന്നു പരിശീലനക്കാർ.
ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ എന്ന് പറയുന്ന ഒരു അനുഭവം. അവൻ നിങ്ങളുടെ ദൈവത്തിന്റെ വചനത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്ന, നിങ്ങൾ ഇന്ന് എൻ്റെ അടുക്കിലേക്ക് തിരിയുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങളെയല്ല നിങ്ങളുടെ മനസ്സിനെ തന്നെ പരിശോധന ചെയ്തവരായി തന്നെ എൻ്റെ അടുക്കൽ വരുവിൻ. നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ പരിശോധന ചെയ്തവരായി എൻ്റെ അടുക്കൽ വരുവരുന്ന ദൈവം അരുളി ചെയ്യുന്ന ഒരു അനുഭവം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പഴയ നിയമത്തിൽ പ്രവചന പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം തന്നെ മടുത്തു. കാരണം അവർ ശാരീരികമായ പരിച്ഛേദന ഏൽക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടേതായ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒന്നും ദൈവവചനത്തിന് കോപ്പറേറ്റീവ് ആയിട്ടുള്ളതല്ല, അതിനനുസരിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി ദൈവം പറയുകയാണ്, നിങ്ങളുടെ ശാരീരികമായുള്ള പരിച്ഛേദനയേക്കാൾ കൂടുതൽ നിങ്ങളുടെ അകത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു പരിച്ഛേദന, ഒരു ഉറപ്പും ധൈര്യമുള്ളവരായി തന്നെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പുതിയ നിയമ കാലഘട്ടത്തിലാണ് ആ ഹൃദയ പരിശോധന നമുക്ക് ലഭിക്കുവാനിടയായിട്ടുള്ളത്. യിരെമ്യാവിന്റെ പുസ്തകം 36 അധ്യായത്തിലും യിരെമ്യാവിന്റെ പുസ്തകത്തിലും 32 അധ്യായത്തിലാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ മാറ്റി, കല്ലായിരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റി മാംസമായ ഒരു ഹൃദയത്തെ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് എൻ്റെ ഉള്ളിൽ ഒരു നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ഒരു പുതിയ ആത്മാവിനെ പകരുമെന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അവൻ ഹൃദയത്തിനുണ്ടായതായ മാറ്റങ്ങളോടുകൂടെ ഇറങ്ങിയവരാണ്, അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ചവരാണ്. മാത്രമല്ല നമ്മൾ സ്വയം നമ്മൾ ഏറ്റവരാണ്. എവിടെ? നമ്മുടെ ശരീരത്തിലല്ല, നമ്മുടെ ഹൃദയത്തിൽ എന്നാണ് പൗലോസ് പറയുന്നത്. എന്താണ് ആ വിച്ഛേദനം അല്ലെങ്കിൽ ആ പരിച്ഛേദനം? എന്താണ് അവർ പറയുന്നത് അറിയാവോ? നാം ആകുന്നു പരിച്ഛേദനക്കാർ. ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ എന്ന് പറയുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നതാണ് പരിച്ഛേദന. നമ്മുടെ ഹൃദയത്തിൽ പരിച്ഛേദന ഏറ്റിട്ടില്ല എന്ന് പറയുന്നവരുടെ സ്വഭാവം. അത് ദേവദാസന്മാരുടെ ഇടയിലുണ്ടാകാം, വിശ്വാസികളുടെ ഇടയിലുണ്ടാകാം. നമ്മുടെ ഉള്ളിലും നമ്മളിലും പലപ്പോഴും ഈ അനുഭവങ്ങൾ വന്നെന്നിരിക്കാം. പ്രത്യേകിച്ച് ഇവിടെ എഴുതിയിരിക്കുന്ന അനുഭവം എന്താണെന്നറിയാവോ? ഇത് നെക്സ്റ്റ് ഇമ്പോസിബിൾ ആയിരിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്ന് പറയുന്ന അനുഭവം. നമ്മൾ തീർച്ചയായും ആത്മാവിൽ ആരാധിക്കുന്നവരല്ലേ? അന്യഭാഷയിൽ ആരാധിക്കുന്നവരല്ലേ? ആത്മാവിൽ ആരാധിക്കുന്നവരല്ലേ? കൈകൊട്ടി ആരാധിക്കുന്നവരല്ലേ? സഭകളിൽ പോകുമ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാറില്ലേ? നമ്മൾ കൈകൾ മലർത്തി ദൈവത്തെ ആരാധിക്കാറില്ലേ? കണ്ണുനീരൊഴിച്ച് ദൈവത്തെ ആരാധിക്കാറില്ലേ? ഇങ്ങനത്തെ പല ആരാധനകൾ നമ്മൾ ചെയ്യാറില്ലേ? അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ സ്തുതിക്കാറില്ലേ? തീർച്ചയായും ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ ആ കാറ്റഗറിയിലേക്ക് ഉൾപ്പെട്ടു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതേസമയം യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുക, യേശു ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുക എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. എന്താണ് യേശു ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുക എന്ന് പറയുന്ന അനുഭവം? നമ്മളിൽ ഒന്നും പ്രശംസിക്കുവാനില്ല. പൗലോസ് പറയുന്നത് പോലെ എൻ്റെ ജഡത്തിൽ ഒരു നീതിയും വസിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന് പറയുന്ന അനുഭവം. പൗലോസിനെ കുറിച്ച് പൗലോസ് കുരിന്ത്യലേഖനത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്, ഞാൻ ദൂരസ്ഥനാകുമ്പോൾ ഞാൻ പവർഫുൾ ആണ്, എൻ്റെ കത്തുകളിലൂടെ അവൻ ശക്തനാണെന്ന് നിങ്ങൾ പറയുകയും ഞാൻ അടുത്ത് വരുമ്പോൾ ഞാൻ ക്ഷീണിതനും അവൻ ശാരീരികമായി അല്ലെങ്കിൽ ഞാൻ കത്തുകളിലൂടെ എഴുതുന്നത് പോലെ ഉള്ളൊരു ക്യാരക്ടർ അല്ല ഞാനെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഞാൻ അങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു അനുഭവം പൗലോസ് പറയാനിടയായിത്തീരുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ എന്ന് പറയുന്നത് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. ഇന്ന് എന്നോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തി, പേഴ്സണലായി എന്നോട് സംസാരിക്കുന്ന വ്യക്തി, ഒരുപക്ഷെ ഞാൻ വചനത്തിന്റെ വെളിപ്പാടിലൂടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതിലൂടെ ഞാൻ കൈമാറുന്ന അതേ ആശയം എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ശക്തമായി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഒന്നും എന്നെ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഞാൻ ജഡത്തിലായിരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെതായ പോരായ്മകളും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അതിൻ്റെതായ പ്രയാസങ്ങളും പരിമിതികളും ഉണ്ട് എന്നാണ് പൗലോസ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത് അറിയാവോ? നമ്മൾ എൻ്റെ ജഡത്തിൽ എനിക്ക് ആശ്രയിക്കുവാനൊന്നുമില്ല, അതിൽ പ്രശംസിക്കുവാനും ഒന്നുമില്ല എന്ന് വെച്ചാൽ പൗലോസ് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ജഡത്തിൽ ആശ്രയിക്കുവാൻ വകയുണ്ട്, മറ്റാർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കുവാൻ തോന്നിയാൽ എനിക്ക് അതിനേക്കാൾ അധികം കഴിയും എന്ന് പറയുന്ന ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ വിഷയത്തിൽ ദൈവത്തിന് ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരെ കൂട്ടും നമ്മളെല്ലാം വിട്ടുപോകാനിടയായി തീർന്നു. എന്നാൽ ജഡത്തിൽ ആശ്രയിക്കാതെ ആത്മാവിൽ യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുക എന്ന് പറയുന്ന അനുഭവത്തിൽ നമുക്ക് എത്രമാത്രം ആകുവാൻ കഴിഞ്ഞു എന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ആദ്യത്തെ ആശയവുമായി അല്ലെങ്കിൽ ആദ്യത്തെ കണ്ടീഷനുമായി വളരെയധികം നമുക്ക് വീണ്ടും അത് വിജയന്തരം ചെയ്യേണ്ടതുണ്ട്. കാരണം 24/7 നമ്മളെപ്പോഴും ദൈവത്തിൽ
ആരാധിക്കുന്നവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരുമായി തീരണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പാട്ടായും സ്തോത്രമായും സങ്കീർത്തനങ്ങളായും സ്തുതികളായും നമ്മൾ ഉയരണമെന്നാണ് പറയുന്നത്. അവൾ നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കുക. ദൈവമേ, എനിക്ക് ചർച്ചിൽ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ആരാധിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ 24/7 എനിക്ക് അങ്ങുമായ ഒരു കൂട്ടായ്മയിൽ നിൽക്കുവാൻ സാധിക്കുന്നുണ്ടോ നമ്മൾ പരിശോധിക്കണം. പക്ഷെ ഇവിടെ രണ്ടാമത് പറയുന്ന ആശയം നോക്കുക. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ആത്മാവിൽ ദൈവത്തിൽ യേശുക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആശയം. പ്രൈസ് ദി ലോർഡ്. ജഡത്തിൽ എന്താണ് ജഡത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നത്? എനിക്ക് വകയുണ്ടെന്ന് പറയുന്ന അനുഭവം. അതിന് 4-ാം വാക്യം മുതൽ പൗലോസ് തന്റെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. താൻ ഇന്ന കുടുംബത്തിൽ പിറന്നവൻ, ഇന്ന കാര്യങ്ങൾ ചെയ്തവൻ, ന്യായപ്രമാണ പ്രകാരം എല്ലാം നിവർത്തിച്ചവൻ എന്നാണ് പൗലോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഒരു ക്വാളിഫിക്കേഷനായി പൗലോസിന് ജഡത്തിൽ പുകഴുവാൻ കഴിയുന്ന ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഈ വായിക്കുന്നതായ അന്നുണ്ടായിരുന്ന ആൾക്കാരായിരുന്നാൽ പോലും, ഈവൻ നമ്മളായിരുന്നാൽ പോലും ഇതിന്റെ 7 അയലത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സത്യം. കാരണം പണപരമായും സാമ്പത്തികമായും ഭൗതികമായും ആത്മീയമായും ആ നിലവാരത്തിൽ നിന്നായ ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. പക്ഷെ പൗലോസ് അതിനുശേഷം പറയുകയാണ്, ഇതൊന്നും എനിക്ക് ലാഭകരമല്ല, എനിക്ക് അതിനകത്ത് പുകഴുവാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല, ഞാൻ പ്രശംസിക്കുന്നത് മുഴുവൻ ക്രിസ്തുയേശുവിലാണ് എന്നാണ് പൗലോസ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ ഒരു വിഷയം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു വാക്കുതർക്കം വരുമ്പോൾ, ഒരാളോട് ഒരു ആശയ തർക്കം വരുമ്പോൾ നാം ഇറങ്ങുന്നത് ജഡത്തിലേക്കാണോ അതോ ആത്മാവിൽ യേശുക്രിസ്തുവിലാണോ നമ്മൾ പ്രശംസിക്കുന്നത്? യേശുക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിലാണ് നമ്മൾ ആ മറുപടി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആർഗ്യുമെന്റിൽ നിൽക്കരുത്, അത് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നാണ് പൗലോസ് പലപ്പോഴും മറ്റു പല അധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ആർഗ്യുമെന്റിലേക്ക് കടക്കുമ്പോൾ, ആ ആർഗ്യുമെന്റിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ജഡത്തിലാണോ നമ്മൾ ആർഗ്യുമെന്റ് ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കാറ്റഗറിയിൽ പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആ അനുഭവത്തിലേക്ക് പൂർണ്ണമായി എത്തിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത് ഇപ്രകാരമാണ്, യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുക എന്ന് പറയുന്ന അനുഭവം. ഒന്നും എൻ്റെതല്ല, എല്ലാം ദൈവം യേശു തന്നതാണ്. മാത്രമല്ല എൻ്റെ ശുശ്രൂഷ, എനിക്കുള്ളതായ അനുഭവങ്ങൾ, ഞാനിപ്പോഴായിരിക്കുന്ന നിലവാരം, ഞാനിപ്പോൾ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ലോകം മുഴുവൻ പ്രശസ്തനായിരിക്കുന്ന സുവിശേഷ പ്രവർത്തകനായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേജുകളിൽ അമേരിക്കയിൽ, ഗൾഫിൽ, യൂറോപ്പിലൊക്കെ ഞാൻ പോയെന്നിരിക്കാം. എവിടെ പോയെന്നിരുന്നാലും ഈ കേൾക്കുന്നവരായിരുന്നാലും എവിടെ പോയതെന്ന് പറഞ്ഞാലും, അല്ല ഞാൻ IT ഫീൽഡിൽ ഇന്നൊരു കമ്പനിയുടെ CEO ആണ് ഞാൻ, അല്ലെങ്കിൽ വലിയ വലിയ പൊസിഷൻ ഞാൻ അലങ്കരിക്കുന്നു, എനിക്ക് കൃഷിയുണ്ട്, അങ്ങനെയാണ്, എന്ത് പൊസിഷൻ, ഏതനുഭവത്തിൽ ഞാനൊരു ഗവൺമെന്റ് ജോലി, മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായ എനിക്കൊരു ഗവൺമെന്റ് ജോലിയുണ്ട്, ഇതൊന്നും എന്ത് ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമുക്ക് അതിനുള്ള അനുവാദമില്ല, പ്രശംസിക്കാനുള്ള അനുവാദമില്ല. നമുക്ക് എവിടെയാണ് പ്രശംസിക്കാനുള്ളത്? യേശു ക്രിസ്തുവിൽ മാത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യേശു ക്രിസ്തുവിൽ നമ്മൾ പ്രശംസിക്കുന്നവനായി തീരണം. അതേസമയം ജഡത്തിൽ നമ്മൾ പ്രശംസിക്കാത്തവരും ആശ്രയിക്കാത്തവരുമായി തീരണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൗലോസ് രണ്ട് കൊരിന്ത്യർ ലേഖനത്തിലേക്ക്, അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത് പോലെ, ഞാൻ ക്രിസ്തുവിനെ മാത്രം അറിഞ്ഞവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ മാത്രം പ്രസംഗിച്ചാൽ മതി, വേറെ ഒന്നും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആശയങ്ങളോ നമ്മുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളോ കുത്തിവെക്കേണ്ട ഒരു ആവശ്യമില്ല. അതെല്ലാം യേശുക്രിസ്തുവിനോട് ചേർത്ത് വരുന്ന എല്ലാ വിഷയങ്ങളും, അതെല്ലാം ഒരിക്കലും അത് ശരിയായ രീതിയിലുള്ള കാര്യങ്ങളല്ല. യേശുക്രിസ്തുവിനെ മാത്രം പ്രസംഗിച്ചാൽ മതി, യേശുക്രിസ്തുവിൽ മാത്രം പ്രശംസിച്ചാൽ മതി. നമ്മൾ മാക്സിമം ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുക. നമ്മുടെ കുടുംബജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ കൃപയില്ലാതെ നടക്കുമോ? ഒരിക്കലും കഴിയുകയില്ല. ജഡത്തിൽ നിങ്ങൾ 4 വാക്ക് നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുന്നതിനേക്കാൾ അപ്പുറം എഫക്റ്റീവാണ് യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട്, ദൈവമേ നീ എന്നിലൂടെ സംസാരിക്കണമേ, ഈ വിഷയത്തിൽ നീ പരിഹാരം കാണണമെന്നുള്ള ദൈവിക ആശ്രയത്തിൽ നിന്നതായ നമ്മുടെ മറുപടികളും നമ്മുടെ ആശയങ്ങളും നമ്മുടെ ആറ്റിറ്റ്യൂഡുകളും നമ്മുടെ പ്രവൃത്തികളും, പ്രൈസ് ദി ലോർഡ്, അതിന്റെ ഇമ്പാക്റ്റുകളൊന്നും ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ പൗലോസ് ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മൾ ഹൃദയത്തിൽ പരിച്ഛേദനയേറ്റവരാണ്. ആ പരിച്ഛേദനയേറ്റതിന്റെ വ്യത്യാസം എന്താണ്? നമ്മൾ ഇനി മേലിൽ നമ്മുടെ ജഡത്തിൽ, നമ്മുടെ പ്രവൃത്തികളിൽ നമ്മൾ ആശ്രയിക്കുകയില്ല. അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ നിയമം എന്ന പോലെ നമ്മൾ ഒരുക്കുന്നതായ അല്ലെങ്കിൽ മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്നതായ നിയമത്തിൻ്റെതായ ബന്ധനത്തിൽ നമ്മൾ നിൽക്കുകയല്ല. അതിനേക്കുള്ള അപ്പുറമായി അതിൽ നിന്നുള്ള പരിച്ഛേദന നമുക്ക് ഏറ്റത് കൊണ്ട് തന്നെ നമ്മൾ ജഡത്തിൽ ആശ്രയിക്കുകയില്ല. അതേസമയം നമുക്ക് എല്ലാത്തിനും ആശ്രയിക്കുവാൻ, നമുക്ക് എല്ലാത്തിനും പ്രശംസിക്കുവാൻ യേശു ക്രിസ്തു മാത്രമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്.
അവൻ അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ 6-ാം വാക്യത്തിൽ തീഷ്ണത നിമിത്തം സഭയെ പീഡിപ്പിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് കുറ്റമറ്റവൻ എന്ന് പറയുന്ന അനുഭവമുണ്ട്. അവനെ കൊണ്ട് കഴിയാവുന്നതെല്ലാം പൗലോസ് ചെയ്യുവാനിടയായിത്തീർന്നു. പക്ഷേ 7-ാം വാക്യം, എങ്കിലും എനിക്ക് ലാഭമായൊക്കെയും ക്രിസ്തുവിന് വേണ്ടി ഞാൻ നഷ്ടമായി കണക്കാക്കുന്നു എന്ന് പറയുന്ന അനുഭവം. അത് കണക്കാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് കണ്ടിന്യൂസ് ആയിരിക്കുന്ന ടെൻസ് ആണ്. അത് ഇപ്പോഴും ഇത്രയും വർഷങ്ങളായി പൗലോസ് ശുശ്രൂഷ നിന്നിട്ടും അതിപ്പോഴും കണക്കാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ഇതിൽ പ്രശംസിക്കാനുള്ള ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും അനുഭവങ്ങളും അല്ലെങ്കിൽ അതിലേക്ക് ചാഞ്ഞു പോകാനുള്ള സാധ്യതകളും ജഡത്തിൽ തനിക്കുണ്ട്. പക്ഷെ താൻ എന്ത് ചെയ്യുന്നില്ല, അതിനെ കണക്കാക്കുകയാണ്. അതിന് ഹൃദയത്തിൽ പരിശീലനേറ്റവനായതുകൊണ്ട് തന്നെ അവൻ സ്വയം ജീവനുള്ള യാഗമായി തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചവനായതുകൊണ്ട് തന്നെ ആ കഴിവിലോ അനുഭവത്തിലോ ആ കാഴ്ചപ്പാടിലോ നിൽക്കാതെ തീർച്ചയായും ദൈവത്തിൽ മാത്രം, യേശുവിൽ മാത്രം പ്രശംസിക്കുവാൻ അവൻ തയ്യാറാകുന്നു എന്നാണ് പറയുന്നത്. 8-ാമത്തെ വാക്യം, അതുമാത്രമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇവയെല്ലാം ഞാൻ നഷ്ടമായി കണക്കാക്കുന്നു. ഞാൻ അന്ന് ചെയ്തതെല്ലാം വളരെ മുൻപേ ഞാൻ യേശുവിനെ സ്വീകരിക്കേണ്ടവനായിരുന്നു എന്നുള്ള ആശയത്തിലേക്കാണ് പൗലോസ് എത്തുന്നത്. അവൻ മാത്രമല്ല ഈ ആശയങ്ങളെല്ലാം, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതും താൻ ചെയ്തതും താൻ ന്യായപ്രമാണത്തിന് നീതി നിവർത്തിച്ചതുമായ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് തന്നെ വ്യത്യസ്തനാക്കിയിരിക്കാം. തനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ പദവി അവൻ മറ്റുള്ളവർ മുമ്പിൽ കൊടുത്തിരിക്കാം. പക്ഷെ പൗലോസോട് പറയുകയാണ്, അതൊക്കെയും ഞാൻ നഷ്ടമായി കണക്കാക്കുന്നു. അതിനാലൊന്നുമല്ല എനിക്ക് രക്ഷ നേടുവാൻ കഴിഞ്ഞത്, അതിനാലൊന്നുമല്ല എനിക്ക് നീതീകരിക്കപ്പെടുവാൻ കഴിഞ്ഞത്, അതിനാലൊന്നുമല്ല ഞാൻ നിത്യജീവന് അവകാശമായി തീർന്നത്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് അവകാശമായി തീർന്നത്. ഒരേ ഒരു കാര്യം, യേശുക്രിസ്തുവിൽ മാത്രമേ എനിക്ക് പ്രശംസിക്കാനുള്ളൂ. എനിക്ക് ജഡത്തിലൊന്നും പ്രശംസിക്കാനുള്ളൂ. അത് അവൻ എങ്ങനെ പറഞ്ഞു തന്നാലും അത് പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, നിങ്ങൾ പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഓരോ നിമിഷവും നമ്മൾ ജഡത്തിൽ ആശ്രയിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ദൈവവചനത്തിനും ദൈവത്തിന്റെ ആത്മാവിലും ആശ്രയിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഓരോ സാഹചര്യത്തിനും മുൻപിൽ നിൽക്കുമ്പോഴും ഞാനിത് ജഡത്തിലാണോ പ്രവർത്തിക്കുന്നത്, അത് ദൈവത്തിന്റെ ആത്മാവിലാണോ ഞാൻ മറികടക്കുന്നതെന്ന് കൃത്യമായ ഒരു ധാരണ, ഒരു ആശ്രയം, ഒരു ബോധ്യം നമുക്കുണ്ടാവണം, കോൺസ്റ്റന്റ്ലി ഉണ്ടാവണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 3-ാം വാക്യത്തിൽ ആമേൻ, കണക്കാക്കുന്നു, ക്രിസ്തുവിനെ നേടേണ്ടതിന് ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ചവറായി കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല. ഞാൻ വായിച്ചത്, ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തത് മനസ്സിലായല്ലോ. പരിശോധന കേൾക്കുന്നവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിക്കുമെന്നൊക്കെ വേണം അവൻ കടപ്പെട്ടവനാണ്. പക്ഷെ പൗലോസ് പറയുകയാണ്, ഞാൻ അങ്ങനെ ന്യായപ്രമാണത്തിലുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിയാൽ ഞാൻ അവനിൽ കാണപ്പെടും എന്ന് പറയുന്ന അനുഭവമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുന്ന അനുഭവത്തെ ഒക്കെ വളച്ചൊടിച്ച് പൗലോസ് തൻ്റെ ശരീരത്തിൽ ചില പീഡനങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഏൽക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ അനുരൂപപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സഹിക്കുന്നതിലൂടെ അവൻ ദാരിദ്ര്യ സുവിശേഷമാണ് പ്രസംഗിച്ചത്. അങ്ങനെ എഴുതിയിരിക്കുന്നതിലൂടെ അവൻ രോഗത്തെ വലിയ കാര്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റു പല പീഡനങ്ങളെയും, അല്ലെങ്കിൽ ദൈവവചനം കോൺട്രഡിക്ടറി ആയി, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലൊക്കെ എഴുതിയിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾക്ക് കോൺട്രഡിക്ടറി ആയുള്ള അനുഭവത്തിലൂടെ പൗലോസ് കടന്നുപോയി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ അതും വളരെ കെയർഫുൾ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താണ് 9-ാം വാക്യത്തിൽ എഴുതിയത്? ന്യായപ്രമാണത്തിനുള്ള സ്വന്തം നീതിയാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിയാൽ തന്നെ ഞാൻ അവനിൽ കാണപ്പെടും. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടത് തന്നെ എന്ന് എഴുതിയിരിക്കുന്ന അനുഭവം. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ മരിച്ചവരിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കേണ്ടത് തന്നെയാകുന്നു എന്ന് പറയുന്ന അനുഭവം. ഈ 10-11 വാക്യം വെച്ചുകൊണ്ട് പൗലോസ് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് അവൻ സ്വന്തം ശരീരത്തിൽ ദുഷ്ടന്മാരായിരിക്കുന്ന ആൾക്കാരെ അടികൊള്ളുന്നത്, അല്ലെങ്കിൽ സുവിശേഷ വിരോധികളെ അടികൊള്ളുന്നതായ അനുഭവത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നതായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത്? 9-ാം വാക്യം മുതൽ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് പറയുന്നത്? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു,
അവൻ്റെ മരണത്തോട് നാം അനുരൂപപ്പെടുന്നു. അവൻ ക്രിസ്തുവിനോടുകൂടെ നാം മരിച്ചു എന്നാണ് പൗലോസ് അവൻ റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല അതാണ് ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവനോട് കൂടെ നമ്മൾ മരിച്ചു, അവനോട് അനുരൂപപ്പെട്ടു. അവൻ്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അവിടെ റോമാലേഖനം 6-ാം അധ്യായത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. നാം അവനോട് കൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തി നിൽക്കുന്നു. ഇനി ജീവിക്കുന്നത് നാമല്ല, ക്രിസ്തു അത്രേ നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്ന അനുഭവം. അങ്ങനെ ആ പുനരുദ്ധാനത്തിന്റെ ശക്തി അത് റോമാലേഖനം തന്നെ 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. അതിന്റെ 11-ാം വാക്യത്തിൽ ക്രിസ്തുവിനെ മരിച്ചവനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറയുന്ന അനുഭവമുണ്ട്. എഫേസ്യ ലേഖനം അവൻ അതിന്റെ 3-ാം അധ്യായം അതിന്റെ അവസാന വാക്യത്തിൽ എഴുതിയിരിക്കുമ്പോൾ ക്രിസ്തുവിനെ മരിച്ചവനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, അത് ചോദിക്കുന്നു നിലയ്ക്കുന്നതും അത്യന്തപരമായി നിങ്ങളിൽ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആശയമുണ്ട്. അപ്പൊ ആ ആശയത്തിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുന്നിരിക്കുന്നു, അല്ലാതെ മറ്റൊരു ആശയത്തിൽ നിന്നുകൊണ്ടേയല്ല. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായി കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് വേണം ഈ വചനങ്ങൾ സംസാരിക്കുന്നത്. വളരെ ആവശ്യകരമായ ഒരു കാര്യമാണ്. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയുന്നത് തന്നെ എന്ന് പറയുന്ന അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങൾ അനുഭവിച്ചു. എന്തിനു വേണ്ടിയാണ് കഷ്ടങ്ങൾ അനുഭവിച്ചത്? ഒരേ ഒരു കാര്യം, അവൻ അടിപ്പിണരുകളേറ്റത്, അവൻ പടയാളികളെ ദുഷ്ടന്മാരായിരിക്കുന്ന പടയാളികളെ അടിപ്പിണരുകളേറ്റത്, ഉച്ച മുതലാങ്കാൽ വരെ അവൻ പീഡനങ്ങൾ മുഴുവൻ സഹിച്ച് മുറിപ്പാടുകൾ തന്റെ ശരീരത്തിലേറ്റത്, ഇടിയും തൊഴിയും തുപ്പും അവൻ ഏറ്റത് മുഴുവൻ ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ട്, അല്ലെ? അവൻ അതിനോട് കൂട്ടാളികളായി തിരികെയല്ലേ? അല്ലെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണ് ആ മുറിവുകളേറ്റത്? യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുന്ന അനുഭവമാണുള്ളത്, അല്ലെ? അങ്ങനെ ഉച്ച മുതലാങ്കാൽ വരെ യേശു ക്രിസ്തു വേദനകൾ സഹിച്ചത് മുഴുവൻ നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു രോഗസൗഖ്യം വഹിക്കുകയാണെങ്കിൽ, നാം ഒരു വിടുതൽ കാണുകയാണെങ്കിൽ, നാം ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ, നാം ആരോടുകൂടിയാണ് അല്ലെങ്കിൽ ആരുടെ കഷ്ടാനുഭവങ്ങളിലാണ് കൂട്ടായ്മ കാണിക്കുന്നത്? യേശു ക്രിസ്തു അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കത് ലഭിക്കുമായിരുന്നു, അല്ലെങ്കിൽ യേശു ക്രിസ്തു അത് ചെയ്തത് നമുക്ക് വേണ്ടിയല്ലേ? അപ്പോൾ ഓരോ ദിവസവും ഓരോ നിമിഷവും അത് നമുക്കും മറ്റുള്ളവരിലേക്കും അത് പകർന്നു കൊടുക്കുമ്പോൾ ആരോടുള്ള കൂട്ടായ്മയാണ് നമ്മൾ കാണിക്കുന്നത്? എന്തിനോടുള്ള കൂട്ടായ്മയാണ് കാണിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവമുള്ള കൂട്ടായ്മയാണ് അനുഭവിച്ചറിയുന്നത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കേണ്ടതിനാകുന്നു എന്ന് പറയുന്ന അനുഭവം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കുവാൻ എന്തിനാണ് ചെയ്യുവാൻ കഴിയുക? അല്ലെങ്കിൽ ആർക്കാണ് ചെയ്യുവാൻ കഴിയുക? പുത്രത്തിന്റെ ആത്മാവിന്. അല്ലാതെ പൗലോസിന്റെ പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് പ്രവൃത്തി കൊണ്ട് കാര്യമില്ലെന്നാണ് ഇതിന്റെ മുകളിലെ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രവൃത്തിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗിക്കേണ്ട ആവശ്യമെന്തുവാ? അങ്ങനെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഇപ്രകാരം തന്നെയാണ്. യേശുക്രിസ്തുവിലൂടെ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും അവൻ നീതീകരണം കൊടുത്തു. ആ നീതീകരിച്ചവരെ അവൻ വിശുദ്ധീകരിച്ചും ഇരിക്കുന്നു. അവരെ എന്ത് ചെയ്യും? തേജസ്കരിക്കുകയും ചെയ്യും. നമ്മുടെ ശരീരങ്ങൾ എന്തായിത്തീരും? തേജസ്കരിക്കപ്പെട്ട ശരീരമായി തീരും. ആരിൽ വിശ്വസിക്കുന്നതുകൊണ്ട്? യേശു ക്രിസ്തു വിശ്വസിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. ഇങ്ങനെ 9-ാം വാക്യത്തിൽ ന്യായപ്രമാണത്തിലുള്ള എൻ്റെ സ്വന്തം നീതിയാലല്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിയാൽ ഞാൻ അവനിൽ കാണപ്പെടും. എവിടെ കാണപ്പെടും? സ്വർഗത്തിൽ കാണപ്പെടും. അത് തന്നെയാണ് 10-ാമത്തെ വാക്യത്തിൽ എഴുതിയത്, അല്ലെങ്കിൽ 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവിടെ പോകണം എന്നുള്ള ആശയം കൊണ്ടാണ് ഞാൻ എൻ്റെ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നതും അവൻ ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുന്നതും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നതും ഹൃദയത്തിൽ ഞാൻ പരിച്ഛേദന ഏറ്റിരിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പൗലോസ് എഴുതിയിരിക്കുന്ന ഒരു കോമയ്ക്കുള്ളിലാണ്. അത് ആദ്യത്തെ 3-ാം വാക്യം, അതായത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം എഴുതിയ ശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന രീതിയിലാണ് ഇത്രയും ആശയങ്ങൾ പൗലോസ് എഴുതിയത്. പിന്നെയും 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ആ കോമ ക്ലോസ് ചെയ്ത ശേഷം, അല്ലെങ്കിൽ ആ പാരഗ്രാഫ് ക്ലോസ് ചെയ്ത ശേഷം, ആ ആശയത്തെ എക്സ്പ്ലനേഷൻ ക്ലോസ് ചെയ്ത ശേഷം പൗലോസ് എഴുതിയിരിക്കുകയാണ്, ഞാനിത് നേടിക്കഴിഞ്ഞു എന്നോ പൂർണ്ണമായും എന്നല്ല. ഇതൊക്കെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്നതായ വചനങ്ങളാണ്. ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു പോയിട്ട് തലയും വാലും ഇല്ലാത്തതായ വചനങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്തെല്ലാമാണ് എടുത്തു പറയുന്നത്. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രസംഗങ്ങൾ ഈ വിഷയവുമായി കേട്ടിട്ടുണ്ട്. ഇതെല്ലാം പകുതിയായി മുറിച്ച് ഇതൊരു വേറൊരു ആശയമാണ്, ഇത് വേറൊരു ആശയമാണ്, ഇത് പറയുന്നത് വേറൊന്നാണ്. അതൊന്നുമില്ല. ഇതെല്ലാം ഒരു അധ്യായത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ലേഖനത്തിന്റെ ഭാഗമാണ്. നമ്മളത് കോണ്ടസ്റ്റ് നിന്നുകൊണ്ട് വായിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഇത് നേടിയൊന്നോ പൂർണ്ണനായൊന്നും അല്ല എന്ന് പറയുന്ന അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണ് പറയുന്നത് അറിയാവോ? ഈ പറയുന്ന അനുഭവം എന്താ? 3-ാം അധ്യായത്തിൽ പരിച്ഛേദനയേറ്റ അനുഭവവും ഹൃദയത്തിൽ പരിച്ഛേദനയേറ്റവരാണ് നമ്മളെന്നുള്ളതായ അനുഭവവും ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരാണെന്നും യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവരാണ് നാം എന്നുള്ളതായ അനുഭവം
ഞാൻ നേടിക്കഴിഞ്ഞുവെന്നോ ഞാൻ പൂർണ്ണനായോ എന്നുമല്ല, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാണ് അവിടെ കൃത്യമായി പറയുന്നതെന്നറിയാവോ? ഞാൻ പൂർണ്ണനായി എന്നു എനിക്ക് പറയുവാൻ കഴിയുകയില്ല എന്ന് പറയുന്ന അനുഭവമുണ്ട്. റോമലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത്. നിങ്ങൾ നന്മയും പൂർണ്ണയും പ്രസാദമുള്ള ദൈവത്തിന്റെ ഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുക എന്ന് പറയുന്ന അനുഭവമുണ്ട്. ദൈവത്തിന് മുമ്പിൽ ജീവനുള്ള യാഗമായി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ പറയുന്നതാണ് 1-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുക എന്ന് വെച്ചാൽ ആ യാഗത്തിന് അപ്പോഴും ജീവനുണ്ട്. പക്ഷെ ആ മൃഗത്തിന് അപ്പോഴും ജീവനുണ്ട്. എപ്പോ വേണമെങ്കിലും അവിടെ നിന്ന് ആ യാഗപീഠത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുവാനുള്ളതായ കഴിവ് അവനുണ്ട്. ഒന്ന് ഉരുണ്ടാൽ മതി, യാഗപീഠത്തിൽ നിലത്ത് വീഴും. കാരണം എന്തുകൊണ്ടാണ്? അവന് ജീവനുണ്ട്. പക്ഷെ എന്തായിട്ടാണ് സമർപ്പിക്കപ്പെട്ടത്? യാഗമായിട്ടാണ് സമർപ്പിക്കപ്പെട്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എന്താ? ഞാൻ ആത്മാവിനാൽ ആരാധിക്കുന്നവരാണ്, നാം ആണ് പരിശോധനക്കാർ, നമ്മൾ ആത്മാവിനാൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ് എന്ന് പറയുന്ന അനുഭവമുണ്ട്. അപ്പം എന്നെങ്കിലും ഒരു കാലത്ത് ഞാൻ എൻ്റെ വിശ്വാസ ജീവിതം തുടങ്ങുന്ന സമയത്ത് ഞാൻ കുറെ ദൈവത്തെ ആരാധിച്ചത് എന്നും പറഞ്ഞിട്ട് ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ ആരാധിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ പൗലോസ് എഴുതുന്ന സമയത്ത് താൻ ആരാധിക്കുന്നവരാന്ന് പറഞ്ഞുകൊണ്ട് നാളെ ആരാധിക്കാൻ പാടില്ല എന്ന് എഴുതാൻ പാടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഉള്ള അവസ്ഥയിലേക്ക് അദ്ദേഹം പോകാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. അതൊരു കണ്ടിന്യൂസ് ആയിരിക്കുന്ന പ്രോസസ്സാണ്. ജീവിതകാലം എത്രയുണ്ടോ അത്രയും കാലം എന്തായിത്തീരണം? നാം ദൈവത്തെ ആത്മാവിനാൽ ആരാധിക്കുന്നവനായി തീരണം. അത് പൗലോസ് എടുത്തിരിക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. ഞാൻ ദൈവത്തെ ആത്മാവിനാൽ ആരാധിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കുന്ന പ്രോസസ്സാണ്. അത് അവസാനിച്ചതല്ല. അതിന്റെ 2-ാമത്തെ ഭാഗം എന്നാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിൽ പ്രശംസിക്കും എന്ന് പറയുന്ന അനുഭവം. അത് ക്രിസ്തുവിൽ പ്രശംസിക്കുക എന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ മിനിറ്റും ഓരോ നിമിഷവും നമ്മൾ അത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൽ നിന്ന് വ്യതിചലിക്കാനുള്ള അനുഭവങ്ങൾ, സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. അങ്ങനെ വ്യതിചലിക്കുവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? മനഃപൂർവ്വമായി ക്രിസ്തുവിൽ പ്രശംസിക്കുന്നവരായി തീരണം. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവർ തന്നെ എഴുതിയിരിക്കുമ്പോൾ പൗലോസിന് തന്റെ ജഡത്തിലും തന്റെ കഴിവിലും ആശ്രയിക്കുവാനുള്ള ഒരുപാട് സാധ്യതകൾ പിശാച് കൊണ്ടുവന്നിടും. കാരണം അങ്ങനെ അതിലൂടെ തന്റെ പ്രതിജ്ഞയെ തെറ്റിച്ചു കളയുവാൻ, അല്ലെങ്കിൽ താൻ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തെ തെറ്റിച്ചു കളയുവാൻ പിശാചിന് സാധിക്കും. അതിലൂടെ മുതലെടുക്കുവാൻ സാധിക്കും. പക്ഷേ പൗലോസിന്റെ കൃത്യതയോടുകൂടെ അതിനായി പൂർണ്ണ ശക്തിയോടുകൂടെ തന്നെ, ഇല്ല, ഞാൻ എൻ്റെ ജഡത്തിൽ ആശ്രയിക്കുകയില്ല, ഞാൻ ക്രിസ്തുവിലെ പ്രശംസിക്കുകയുള്ളൂ എന്നുള്ളതായ കാഴ്ചപ്പാടിൽ അവൻ മടങ്ങി വരുന്നു എന്നാണ്, അല്ലെങ്കിൽ അവൻ സ്വയം സമർപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന അനുഭവം. പ്രൈസ് ലോർഡ്. ക്രിസ്തുവിനാൽ നാം പിടിക്കപ്പെട്ടു, അല്ലെ? പൗലോസ് പിടിക്കപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ എന്താണ് അവൻ പറയുന്നത്? ഇനി എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നു എന്ന് പറയുന്ന അനുഭവം. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവന്റെ നീതി എനിക്ക് തന്നു, അവനിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടവനായി എനിക്ക് രക്ഷയെ തന്നു. എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ എനിക്ക് നിത്യജീവനിലേക്ക്, അല്ലെങ്കിൽ വരുവാനുള്ള ലോകത്തേക്ക് പുനരുദ്ധാനം പ്രാപിക്കാനുള്ള അവസരങ്ങളും ദൈവം ക്രിസ്തുവിലൂടെ എനിക്ക് തന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന് മുമ്പാകെ ഞാൻ ഹൃദയ പരിശോധനയുള്ള, ജഡത്തിൽ പരിശോധനയേറ്റവരായിട്ടില്ല, ക്രിസ്തുവിൽ എൻ്റെ ഹൃദയത്തിൽ പരിശോധനയേറ്റവനായി തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ വിഷയങ്ങളെ മാക്സിമം ഫോളോ ചെയ്യുവാൻ ശ്രമിക്കുന്നു. അത് എനിക്ക് പിന്തുടരുവാൻ ഞാൻ ശ്രമിക്കുന്നു. അതും എനിക്ക് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതായി കുതിക്കുന്നു എന്ന് പറയുന്ന അനുഭവം. നമ്മൾ ഒരിക്കലും പിൻപിലുള്ളതിനെ ഓർത്തുകൊണ്ട് തിരിഞ്ഞു നിന്ന് സങ്കടപ്പെടണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പൗലോസിന്റെ വിഷയങ്ങൾ നോക്കുക. പൗലോസ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ആശയത്തിന് വിപരീതമായ ഒരുപാട് കാര്യങ്ങൾ താൻ ചെയ്തിട്ടുണ്ട് ദൈനംദിന ജീവിതത്തിൽ. അതെല്ലാം വീഴ്ചകളും താഴ്ചകളും സംഭവിച്ചിരിക്കാം. പക്ഷെ അതെല്ലാം ഓർത്തുകൊണ്ട്, അയ്യോ, ഞാൻ ഇന്നലെ പരാജയപ്പെട്ടല്ലോ, മിനിഞ്ഞാന്ന് ഞാൻ പരാജയപ്പെട്ടല്ലോ, അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ ഞാൻ പരാജയപ്പെട്ടല്ലോ, ഒരു വർഷം മുന്നേ ഞാൻ പരാജയപ്പെട്ടല്ലോ, ദൈവം എന്നോട് ക്ഷമിക്കുമോ, എനിക്കിനി രണ്ടാമത് കുതിക്കാൻ പറ്റുമോ എന്നുള്ളതായ ആ ഒരു കൺഫ്യൂഷൻ ഒന്നും നിൽക്കണ്ട. പിൻപുള്ളതിനെ മറന്ന് മുന്നോട്ട് ഗമിക്കുക. കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുക, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക. അത് തന്നെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ദൈവം നമ്മൾ ഓരോരുത്തരെയും അതിനായി സഹായിക്കട്ടെ.
ഞാനും നിങ്ങളുമെല്ലാം അതിനായി തന്നെ ആഗ്രഹിക്കുന്നവരും അതിനായി തന്നെ മുൻപന്തിയിലേക്ക് പോകുന്നവരുമാകണം എന്ന് പറയുന്ന അനുഭവമുണ്ട്. ആമേൻ. അതിന്റെ 14-ാമത്തെ വാക്യം, യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ വിജയം നേടുവാനായി ഞാൻ ലക്ഷ്യത്തിനായി അതിവേഗം ചായുന്നു. നമ്മിൽ പക്വത പ്രാപിച്ചവരെല്ലാം ഇങ്ങനെ തന്നെ ചിന്തിക്കട്ടെ. നിങ്ങൾ മറ്റേതെങ്കിലും വിധത്തിൽ ചിന്തിക്കുന്നുവെങ്കിൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്ന അനുഭവം. ആമേൻ. അതിന് 3-ാം വാക്യം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 14-ാം വാക്യത്തിൽ നിങ്ങൾ 15-ാം വാക്യത്തിൽ നമ്മൾ പക്വത പ്രാപിച്ചവരെല്ലാം ഇങ്ങനെ തന്നെ ചിന്തിക്കട്ടെ എന്ന് പറയുന്നത്. കഴിഞ്ഞ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുവാനിടയായിത്തീർന്നു അല്ലെ. പൗലോസ് പറയുവാനിടയായിത്തീർന്നു, നിങ്ങൾ പക്വത പ്രാപിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷയുടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്, നീതിയുടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തണം, ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന അതേ ആശയത്തിൽ നിന്ന് പറയുകയാണ്. നിങ്ങൾ പക്വത പ്രാപിച്ചവരാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആശയത്തിലായിരിക്കും നിൽക്കുക. നിങ്ങൾ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും അതേസമയം ആത്മാവിൽ പ്രശംസിക്കുകയും ദൈവത്തിൽ പ്രശംസിക്കുകയും ആമേൻ ഹൃദയത്തിൽ പരിശോധനയേറ്റവരായിരിക്കും എന്ന് പറയുന്ന അനുഭവമാണ്. അങ്ങനെ നിങ്ങൾ മറ്റേതെങ്കിലും വിധത്തിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ അവിടെയും ആശയം കണ്ടോ, ഒരിക്കലും ഇത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് പൗലോസ് അടിച്ചേൽപ്പിക്കുന്നില്ല. മറ്റുള്ളവരെയും കൂടെ അംഗീകരിക്കുവാൻ മറ്റൊരാശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്ത് ഒരു വ്യക്തിയെ ലീഡ് ചെയ്യുന്നത് കൊണ്ടുവരുന്ന ആ ആശയത്തെ അംഗീകരിക്കുവാൻ പൗലോസ് തയ്യാറാണ്. അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. അവനവിടെ പറയുകയാണ്, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലൊരു വെളിപ്പാട് ദൈവം തന്നിരിക്കുന്നുവെങ്കിൽ വീണ്ടും ദൈവത്തോട് ചോദിക്കുക. ദൈവമേ, പൗലോസ് ഇങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ പൗലോസിന് നീ വെളിപ്പെടുത്തി കൊടുത്തത് ഇങ്ങനെയാണല്ലോ, എന്റെ ആശയം എങ്ങനെയാണ് ഇതിലുമായി ചേർന്ന് വരുന്നത് എന്ന് ദൈവത്തോട് ചോദിക്കുക. ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്നിരിക്കുന്ന അനുഭവത്തിലാണ്. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്ന അനുഭവമുണ്ട്. വ്യക്തിപരമായി നമ്മൾ പരിജ്ഞാനം പ്രാപിച്ചിരിക്കണം. ആരുടെയും ആശയത്തിൽ നിൽക്കുന്നവരായി തീരരുത്. അതിനേക്കാൾ ഉപരിയായി വ്യക്തിപരമായി നമുക്ക് അറിവ് നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കണം. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ പരിശോധിച്ചറിവേൻ എന്ന് പറയുന്ന അനുഭവമുണ്ട്. ഇത് 17 മുതലായ വാക്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചതായതുകൊണ്ട് വളരെ അനുഗ്രഹമായി ഈ എപ്പിസോഡ് ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ്. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. ഒരുപാട് സമയം ഞാൻ എടുത്തു, പക്ഷേ ആ എടുത്ത സമയമെല്ലാം നിങ്ങൾക്ക് പ്രയോജനകരമായി തീർന്നു. നമുക്ക് ഓരോരുത്തരും പ്രയോജനകരമായി തീർന്നു. വിചിന്തനം ചെയ്യുവാനൊക്കെ വേണം. പ്രയോജനകരമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാനും നിങ്ങളും ഓരോരുത്തരും ദൈവമേ, ഈ പക്വത എൻ്റെ ജീവിതത്തിലുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ പക്വതയിലേക്ക് നയിക്കണമേ. ഓരോ ദിവസവും ജഡത്തിൽ ആശ്രയിക്കാതെ യേശുവിൽ ആശ്രയിക്കുകയും യേശുവിൽ പ്രശംസിക്കുകയും ചെയ്യുവാൻ, ഹൃദയത്തിൽ പരിശോധന ഏൽക്കുന്ന ഏറ്റവനായ ഒരു ജീവിത അനുഭവങ്ങൾ, ഒരു പക്വതയേറിയ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് വളരെ പക്വതയോടെ വളരെ അവൻ സങ്കടത്തോടുകൂടെ തന്നെ അവൻ പറയട്ടെ, അവൻ നിങ്ങൾ ഈ വചനത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുവെങ്കിൽ കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് അതിൽ ആ അധ്യായത്തിൽ എന്താണോ വചനം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ആശയത്തെ മാത്രം എടുത്തുകൊണ്ട് പ്രസംഗിക്കുക. ഒരു കാരണവശാലും കൺഫ്യൂഷൻ ആയി പോകരുത്. അനാവശ്യമായിരിക്കുന്ന അവൻ ബലികളിൽ പഴയ നിയമത്തിന്റെ നിയമങ്ങളെ ഒന്നും കൂട്ടിക്കൊണ്ടുവന്ന് ഇതുമായി കൂട്ടിച്ചേർക്കരുത്. പൗലോസ് എടുത്തിരിക്കുന്നതായും പറഞ്ഞിരിക്കുന്നതായ വചനങ്ങൾക്ക് അവൻ കണക്റ്റഡ് ആയിരിക്കുന്ന വചനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ തന്നെ പൗലോസിന്റെ മറ്റു ലേഖനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരുപാട് കണക്റ്റഡ് ആയിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം പൗലോസിന്റെ ഈ വചനത്തെ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ, അത് പ്രസംഗിക്കുവാൻ. ഒരു കാരണവശാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രസംഗിക്കരുത്. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ എൻ്റെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ. നമ്മുടെ വിചാരങ്ങളെല്ലാം വളരെ പരിമിതമാണ്. ദൈവിക വിചാരങ്ങളാണ് ഉന്നതമായിരിക്കുന്നത്. പൗലോസിന് അത് കണ്ടെത്തുവാൻ കഴിഞ്ഞു. ആ പക്വത പൗലോസ് അവിടെ കാണിക്കുവാനിടയായിത്തീർന്നു. അത് എഴുതുവാനൊക്കെ ഇടയായിത്തീർന്നു. നമ്മളും അതുപോലെ തന്നെ പക്വതയുള്ളവരായി തീരട്ടെ. ഏതെങ്കിലും വിധത്തിൽ മറ്റൊരു ആശയം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ പൗലോസ് പറയുന്നത് പോലെ ദൈവം നിങ്ങൾക്കതെല്ലാം വെളിപ്പെടുത്തി തരട്ടെ. എങ്കിലും ദൈവത്തിന്റെ വചനം വ്യക്തമായി വായിക്കുക. എൻ്റെ ആശയത്തിന് എന്തെങ്കിലും തിരുത്തുകൾ ഞാൻ വരുത്തണമോ എന്ന് ചോദിച്ച് ദൈവത്തോട് ചോദിക്കുക. ദൈവം ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കും. ദൈവമേ, വചനങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണം. നല്ല പിതാവേ, ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.